നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ള ചോദ്യമാണ്, കൊടുക്കുന്നത് തനിക്ക് ഗുണം ചെയ്യുമോ എന്ന്. ദ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഗിവിംഗ്, ഇവ തമ്മിൽ എന്താണ് ബന്ധം? ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമങ്ങളും ചില വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്ന കാര്യങ്ങളും നോക്കിയ ശേഷം നമുക്ക് ഇന്നൊരു തീരുമാനത്തിലെത്താം. ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമങ്ങൾ പറയുന്നു, ഇഫ് യു വിഷ് ടു റിസീവ് സംതിങ് ഇൻ ലൈഫ്, യു ഫസ്റ്റ് നീഡ് ടു ഗിവ് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടണം എന്നുണ്ടെങ്കിൽ അത് ആദ്യം കൊടുത്തിരിക്കണം എന്ന്. നിങ്ങൾക്ക് സന്തോഷം വേണമോ? സന്തോഷം കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് സ്നേഹം വേണമോ? സ്നേഹം കൊടുത്തിരിക്കണം. അപ്പോൾ നേടേണ്ടതായിട്ടുള്ള എന്തും കൊടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. വാട്ട് എവർ യു ഗിവ് യു റിസീവ്. സംസ്കൃതത്തിൽ ഒരു സുഭാഷിതമുണ്ട്, ന ചോരഹാര്യം ന ച രാജ്യഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനപ്രധാനം എന്ന്. ഇതിൻ്റെ അർത്ഥം, ദ വെൽത്ത് ഓഫ് നോളജ് ഇസ് ഇൻഡീഡ് ദ സുപ്രീം എമംഗ് ഓൾ വെൽത്ത്സ്, ആസ് ഇറ്റ് ഇസ് നോട്ട് സ്റ്റീലബിൾ ബൈ തീഫ്, ഓൾസോ നോട്ട് സ്നാച്ചബിൾ ബൈ കിങ്, not divisible among the brothers, nor is it a burden, and if spent, it always increases. അതായത്, അറിവാകുന്ന ധനമാണ് ധനത്തിൽ ഏറ്റവും പ്രധാനം. കള്ളന്മാർക്ക് അത് മോഷ്ടിക്കാൻ സാധിക്കുകയില്ല, രാജാവിന് അത് പിടിച്ചെടുക്കാൻ കഴിയില്ല, സഹോദരന്മാർക്കിടയിൽ അത് പങ്കുവയ്ക്കാനാകില്ല, അത് ഒരു ഭാരവുമല്ല, ചിലവാക്കുന്നിടത്തോളം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ദ മോർ യു ഗിവ്, ദ മോർ ഇറ്റ് ഗ്രോസ് എന്ന ഒരു ആശയം ഇവിടെ വന്നിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നു, റിമെമ്പർ ദിസ്, ഹൂഎവർ സോസ് സ്പെയറിംഗ്ലി വിൽ ഓൾസോ റീപ്പ് സ്പെയറിംഗ്ലി, ആൻഡ് ഹൂഎവർ സോസ് ജനറസ്ലി വിൽ ഓൾസോ റീപ്പ് ജനറസ്ലി. ഈച്ച് ഓഫ് യു ഷുഡ് ഗിവ് വാട്ട് യു ഹാവ് ഡിസൈഡഡ് ഇൻ യുവർ ഹാർട്ട് ടു ഗിവ്, നോട്ട് റിലക്റ്റൻ്റ്ലി ഓർ അണ്ടർ കമ്പൽഷൻ, for God loves a cheerful giver. അല്പം മാത്രം വിതയ്ക്കുന്നവർക്ക് അല്പം മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാരമായി വിതയ്ക്കുന്നവർക്കോ അതുപോലെ തന്നെ കൊയ്യാൻ സാധിക്കുന്നു. കൊടുക്കുമ്പോൾ ഹൃദയത്ത് ചേർത്ത് വെച്ചുകൊണ്ട് കൊടുക്കണം, അതായത് പൂർണ്ണ മനസ്സോടെ കൊടുക്കണം എന്നർത്ഥം. മനസ്സില്ലാതെ കൊടുക്കരുത്. നിർബന്ധ പ്രേരണയിൽ കൊടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഈശ്വരനിഷ്ടം ഉത്സാഹഭരിതനായ ദാതാവിനെയാണ്. ഖുറാനിൽ സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 32 സ്ഥലത്ത് ഖുറാനിൽ പ്രതിപാദിക്കുന്ന ഒരു വാക്കാണ് സക്കാത്ത് എന്ന്. വാട്ട് ഇസ് സക്കാത്ത്? സക്കാത്ത് is an obligation of an individual to donate a certain proportion of wealth each year to charitable causes. സമ്പത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ധാർമ്മിക ബാധ്യതയായി കണ്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന അഥവാ ചിലവാക്കുന്ന ഒരു രീതിയാണ് സക്കാത്ത്. ഖുറാനിൽ പറയുന്നുണ്ട്, അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെയും കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം വന്നിരിക്കുന്നു. ഇനി ബുദ്ധിസത്തിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. ബുദ്ധിസത്തിൽ ദാന എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്, ദ ജോയ് ഓഫ് ഗിവിംഗ്. ഇതിൽ പറയുന്നത്, ദാന ഷുഡ് ബി പെർഫോംഡ് വെൻ ദ ഗിവർ ഇസ് ഡിലൈറ്റഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഗിവിംഗ്. കൊടുക്കുന്ന വ്യക്തി, അതായത് ദാതാവ്, കൊടുക്കുന്നതിന് മുമ്പും കൊടുക്കുന്ന സമയത്തും കൊടുത്തതിന് ശേഷവും ആഹ്ലാദിക്കണം എന്ന്. അതായത് കൊടുക്കുക എന്നത് ഒരു ഓബ്ലിഗേഷൻ അല്ല, റിലക്റ്റൻ്റ്ലി കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൊടുക്കാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി ഡൺ വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. സോ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ ഡു സോ ഔട്ട് ഓഫ് കമ്പാഷൻ, ഔട്ട് ഓഫ് എംപതി ഓർ സിമ്പതി നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ തിരിച്ചു കിട്ടണമെന്ന ഒരു ആഗ്രഹത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ബുദ്ധിസ്റ്റ് ഫിലോസഫി അനുസരിച്ച് ദാന ഇസ് മോർ അബൌട്ട് വാട്ട് വി ആർ ദാൻ വാട്ട് വി ഡു. നിങ്ങളെന്ത് ചെയ്യുന്നു എന്നതല്ല മുഖ്യം, നിങ്ങൾ ഏത് തരം വ്യക്തിയാണ്, ഇതാണ് മുഖ്യം. സോ ബീയിങ് എ ജനറസ് പേഴ്സൺ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ആക്ട് ഓഫ് ഗിവിംഗ്. ഏതാണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമങ്ങൾ ഇതുമായി ചേരുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം അനുസരിച്ച് നിങ്ങളുടെ ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു ഫീൽ ഇൻസൈഡ് വെൻ യു ഡു സംതിങ്, ആഫ്റ്റർ യു ഡു സംതിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വികാരം
ഇമോഷൻ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നും നിങ്ങളുടെ ഇമോഷൻ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇഫ് യു ഫീൽ റിയലി ഗുഡ് ദെൻ ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു, യു വിൽ അട്രാക്ട് ഗുഡ്. പക്ഷേ കൊടുക്കുന്ന സമയത്ത് കൊടുത്തതിന് ശേഷം ഇഫ് യു ഫീൽ ബാഡ്, ഞാൻ കൊടുക്കണ്ടായിരുന്നു എന്ന ചിന്തയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ യു വിൽ അട്രാക്ട് ബാഡ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് കൂടുതൽ നേട്ടമുണ്ടാകുന്നത് കൊടുക്കുന്നതിലൂടെ? പീപ്പിൾ ഹു ആർ മോർ സ്പിരിച്വൽ ഇൻ നേച്ചർ, ആത്മീയമായ വളർച്ച കൈവരിച്ച വ്യക്തികൾക്കായിരിക്കും കൂടുതൽ ഗുണം. കാരണം അവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ച് സ്പിരിച്വലി ഗ്രോ ചെയ്ത ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും, സാധാരണ വ്യക്തിയിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. സച്ച് എ പേഴ്സൺ വിൽ കൺസിഡർ an opportunity to give as an opportunity to serve for the humanity. അവർക്ക് ഉള്ളിൽ നന്ദി, കൃതജ്ഞത അനുഭവപ്പെടും. They will feel so grateful that they have been chosen as an instrument of God to give. അപ്പോൾ ഹിന്ദുയിസത്തിൽ വേദാന്ത ട്രഡീഷണൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ പ്രപഞ്ചമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു എന്ന്. ഇതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയിലും ഉള്ള ഈശ്വര ചൈതന്യമുണ്ടല്ലോ, അതാണ് ഞാൻ എന്ന തിരിച്ചറിവാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന സമയത്ത്, ഞാൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്, പിന്നെ ആർക്കാ? ഈശ്വരനാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഓരോ വ്യക്തിയിലും ഉള്ളത് ഈ ഈശ്വര ചൈതന്യമാണ്, ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് സ്പിരിച്വലായിട്ടുള്ള ശരിയായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരാൾക്കും കൊടുക്കുന്നില്ല, എനിക്ക് ആർക്കും കൊടുക്കാനില്ല. ഞാൻ കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം എനിക്ക് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും എനിക്ക് വേണ്ടി തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വളരെ സിൻസിയറായിട്ട് നിങ്ങൾക്ക് ബലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്തിരിക്കണം. സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാതെ ശരിയായ മീനിങ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആർക്കും ലഭിക്കാൻ സാധ്യതയില്ല. നന്ദി, നമസ്കാരം.